ആനന്ദേട്ടാ ആനന്ദേട്ടാ അച്ഛാ എന്താ ഈശ്വര എന്താ അമ്മയും അച്ഛനും മറ്റുള്ളവരും അറിയുന്നതിന് എനിക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ശ്യാമ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു. ശ്യാമ സന്തോഷിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമയായിരിക്കും. ശ്യാമ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കട്ടെ. ഞാൻ അവൾക്കൊരു തടസ്സമാകുന്നില്ല. എന്നെ ആരും അന്വേഷിക്കണ്ട. ഞാൻ പോകുന്നു. ഇനി ഞാൻ തിരിച്ചു വരില്ല. എന്താ ആനന്ദേട്ടാ ഇത്? എന്ത് പറ്റി മോളെ? എന്താ സമയം? മോള് വിഷമിക്കണ്ട. മോള് വിഷമിക്കണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത കാര്യങ്ങൾ നോക്കാം. അമൃതടുത്ത് എന്തൊക്കെയാ പറയുന്നത്? അമൃതടുത്ത് എവിടെയാ? എനിക്ക് അമൃതടുത്തെ കാണണം. നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടോ ഇവളുടെ അടവ് കണ്ടോ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തത് പോലുള്ള അഭിനയം കണ്ടോ? ഈ നിമിഷം ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. നിർത്ത്. അരുണേട്ടാ, ഇനി ശ്യാമയ്ക്കെതിരെ അരുണേട്ടന്റെ ഭാര്യ ഒരക്ഷരം മിണ്ടിയ എന്റെ സ്വഭാവം മാറും. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശ്യാമ അത് സഹിച്ചോളൂന്നറിയാം. ശ്യാമ സഹിച്ചേക്കും, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്യാമ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അമൃതയെടുത്ത് കള്ളം എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്നൊക്കെ അമൃതയെടുത്തോട് ചെന്ന് ചോദിക്കണം. ശ്യാമ കാരണം ഇറങ്ങിപ്പോയെന്ന്. ശ്യാമ അമൃതയെടുത്തോട് എന്ത് ചെയ്തു? ശ്യാമ അമൃതയെടുത്തോടല്ല, അമൃതയെടുത്തി ശ്യാമയോടാ ദ്രോഹം ചെയ്തിരിക്കുന്ന. വാലും തുമ്പുമില്ലാതെ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. ഒന്നുകിൽ ശ്യാമ എന്താണ് ചെയ്തതെന്ന് പറയണം. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റൂലോ ശ്യാമയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോന്ന്. ഇനി ശ്യാമയെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല. വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല എന്റെ ഭാര്യ. താൻ വിഷമിക്കാതെ. ഒരാള് കത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചെന്ന് വെച്ചിട്ട് പോകാൻ പറ. ഒരു തരത്തിലും നീ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യത്തില് എനിക്ക് ശ്യാമയോട് അസൂയ തോന്നുന്നത്. മതി മക്കളെ,
നമുക്ക് എത്രയും പെട്ടെന്ന് അമൃതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതെ അച്ഛാ, നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും പോവാം. മോനെ, അതെ മോള് വന്നേ. അഖി വന്നേ. വസു എന്താ ഇത്? പറയാ ആനന്ദേട്ടാ, രണ്ടാളും ഇരിക്കും മക്കളെ, ഇരിക്കും. അമൃത എവിടെയാണെന്നോ എപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെ നമുക്ക് താലികെട്ട് നടത്തണം. ചടങ്ങ് നമുക്ക് പൂർത്തിയാക്കാലോ. അഖി, താലി ശ്യാമയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. ദാ. കെട്ടുമോനെ. അമ്മ വേണ്ട, ഈ ഒരവസ്ഥയില് താലി അണിയാൻ എന്നെ നിർബന്ധിക്കരുത്. സർ പ്ലീസ് വേണ്ട. ശ്യാമേ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ. നമുക്ക് ഈ താലികെട്ടങ്ങ് നടത്താം. അതെ, താലികെട്ട് നടക്കട്ടെ മോളെ. ശ്യാമയുടെ തീരുമാനമാണ് പ്രധാനം. എന്റെ അഭിപ്രായം ഇപ്പൊ ഈ താലികെട്ട് വേണ്ടെന്ന്. ഈ വിവാഹത്തിന് ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് അമൃതയെടുത്തിയാ. അതിനുശേഷം എന്താന്നറിയില്ല, എടുത്തിക്ക് എന്നോട് ദേഷ്യം തുടങ്ങി. ഞാൻ കാരണം എടുത്ത് ഈ വീട് വിട്ടു പോയെന്ന് എഴുതിയിരിക്കുന്നത് കേട്ടിട്ട് എന്റെ നെഞ്ച് പൊടിയോ. താലികെട്ടെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തിൽ നടത്തേണ്ട ചടങ്ങല്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 തവണ നടന്ന താലികെട്ടിനേക്കാളും വല്ലാത്തൊരവസ്ഥയില്ല ഞാനും അതുപോലെ എല്ലാവരും. അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി താലി കെട്ടുന്നത് കാണാൻ വേണ്ടിയാ ഈ ചടങ്ങുകളൊക്കെ നടത്തിയത്. പക്ഷെ നോക്കിയേ, ആർക്ക് സന്തോഷമില്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് അത് വേണോ അമ്മേ? താലികെട്ടല്ല,
അമൃതയെടുത്തി കണ്ടെത്തലേ ഇപ്പൊ പ്രധാനം. നമുക്കിനി ഒരു മിനിറ്റ് പോലും പാഴാക്കാനില്ല. നമുക്ക് അമൃതയെടുത്തി അന്വേഷിച്ചിറങ്ങാം. ശ്യാമ പറഞ്ഞതാ ശരി. ഏറ്റവും നല്ല സന്തോഷത്തിൽ നടക്കാനിരുന്ന ഈ ചടങ്ങ് മനസ്സ് വേദനിച്ച് നടത്തണ്ട. വാ, നമുക്കത് അമൃതയെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് പോലീസിനെ അറിയിക്കാം. അച്ഛാ, പോലീസിൽ അറിയിക്കാൻ വരട്ടെ. ആദ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ അമൃതയെടുത്തെ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ആ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അതെ അച്ഛാ, നമുക്കൊന്ന് അന്വേഷിക്കാം. എല്ലാവർക്കും പല വഴികളിലായി പോയി അന്വേഷിക്കാം. ആ എടാ മോനെ, നീ ആദ്യം കൂടെ വിളിക്കുക. ശരി അച്ഛാ. അമ്മേ, അമൃതയെടുത്തേയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും. അമ്മ, ഈ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. ബസു, ഒരു ടെൻഷനും വേണ്ട, സമാധാനമായിട്ടിരിക്കുക. വാ. എന്തായാലും ഈ കല്യാണത്തിന് ക്ഷണിച്ചവരെയൊക്കെ വിളിച്ചറിയിക്കാം കല്യാണം മുടങ്ങിയെന്ന്. അവരെ എന്തിനാ മെനക്കെടുത്തുന്നത്? ഏട്ടാ, 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 എന്താ ഏട്ടാ ഇത്? കരയല്ലേ ഏട്ടാ? ഏട്ടാ ഞാനില്ലേ ഏട്ടാ? നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തിയെ. ഏട്ടാ എണീക്ക്, കരയല്ലേ, എണീക്ക്. ആ. ഏട്ടാ, ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്ന് കരയല്ലേ ഏട്ടാ? ഏട്ടന് ഞാനില്ലേ? നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തിയെ. ഏട്ടാ സമാധാനത്തോടെ ഇരിക്കേ, കരയല്ലേ. നമുക്ക് ഏട്ടത്തി കണ്ടുപിടിക്കാം. വാ. ഇത് എത്ര നേരമായിടാ? ഇവിടെ കാണുന്നുമില്ലല്ലോ. ഇപ്പൊ വരുവച്ചാ. ജയന്തി, എടി ജയന്തി. ദേ വരുന്നു. ദേ, ഞാനൊരു കാര്യം ആദ്യമേ പറയാം. എന്നെ അവരെല്ലാരും കൂടി നിർബന്ധിച്ചാ ഞാൻ കുറച്ച് ദിവസം അവിടെ നിൽക്കും. അയ്യോ, അത് വേണ്ട മോളെ, അതൊന്നും ശരിയാവത്തില്ല. അന്നൊരു പ്രാവശ്യം നിന്നു എന്ന് പറഞ്ഞ് ഇനി നിൽക്കുവെന്ന് വെച്ചാലേ വലിയ കുഴപ്പമാ. ഓ, വാ പോവാം, ഒന്നാമത് ലേറ്റായി. ആ, അവിടുത്തെ ഐശ്വര്യമാണല്ലോ, നമ്മളെ കാണാത്തോണ്ട് വിളിക്കുമായിരിക്കും. ഹലോ, ഇത് ശ്യാമയുടെ അച്ഛൻ വാസുദേവൻ അദ്ദേഹമല്ലേ? അതേ മോളെ, വാസുദേവനാ. ഞങ്ങളിതേ ഇറങ്ങുവാ, സമയത്തിന് മുമ്പ് അങ്ങ് എത്തും. അയ്യോ, ഇറങ്ങണ്ടെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഇങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് വരണ്ടെന്നോ? കല്യാണവും ശാന്തി മുഹൂർത്തമൊക്കെ ഉദാഗവ. ഇവിടെ ഒരാളെ കാണാനില്ല. എല്ലാരും കാണാതായ ആളുടെ പുറകെ പോയിരിക്ക. കല്യാണം മാറ്റിവെച്ചു. കല്യാണം മാറ്റിവെച്ചോ? അതെ, മാറ്റിവെച്ചു. ശ്യാമയുടെ അച്ഛ, ശ്യാമയ്ക്ക് നേരാവണ്ണം ഒരു കല്യാണം വിധിച്ചിട്ടില്ല. അവളെ ഇവിടുന്ന് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ച് അവിടെ കഴിയാൻ പറ. കമ്പനിയുടെ തലപ്പത്തേക്ക് മത്സരിച്ചപ്പോഴേ അവളുടെ കഷ്ടകാലം തുടങ്ങി. ഏറ്റവും അടുത്ത കൂട്ടുകാരി അമൃത ഏറ്റവും വലിയ ശത്രുവായി. ആ, എന്തായാലും കല്യാണം മാറ്റിവെച്ചു. വണ്ടിക്കൂലിയും വള്ളക്കൂലിയും ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഹലോ, അങ്ങോട്ട് ചെല്ലണ്ടെന്ന്, കല്യാണം മാറ്റിവെച്ചെന്ന്. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അല്പന ഐശ്വര്യം വന്നാലേ അർദ്ധരാത്രി കൊട പിടിക്കൂന്ന്.
ശ്യാമേന്ന അല്പത്തിക്ക് ഐശ്വര്യം വന്നു, അവൾ അഹങ്കാരവും കാണിച്ചു. അതിന് കിട്ടിയ അടിയായത്. അച്ഛാ, വിളിച്ചത് ഐശ്വര്യല്ലേ? അവള് പറയുന്നൊന്നും വിശ്വസിക്കണ്ട. മനഃപൂർവ്വം നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവും. ഞാനേ ശ്യാമയൊന്ന് വിളിക്കാം. ആ നീ ഒന്ന് വിളിച്ചേ. അരവിന്ദേണ്ണ കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയാനും വിട്ടുപോയി. ഹലോ ഏട്ടാ. മോളെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഐശ്വര്യ വിളിച്ചത്. അവള് വിളിച്ച് അച്ഛനോട് ഇന്നത്തെ ചടങ്ങെല്ലാം മാറ്റി വെച്ചെന്ന് പറഞ്ഞു. എന്താ മോളെ, അവള് വെറുതെ പറഞ്ഞല്ലേ? അല്ല ഏട്ടാ, ഐശ്വര്യടുത്ത് പറഞ്ഞതൊക്കെ സത്യ. ഏട്ടാ, അമൃതയെടുത്ത് കാണുന്നില്ല. ഞങ്ങളൊക്കെ അമൃതയെടുത്ത് അന്വേഷിച്ച് പോവാ. ഇതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയതാ. ഏട്ടാ, ഇപ്പൊ ഏറ്റവും പ്രധാനം ശാന്തി മുഹൂർത്തമൊന്നും അല്ല, അമൃതയെടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാ. ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാ. ഏട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം. അച്ഛനമ്മയൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അവക്കേ മംഗല്യ യോഗ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ചടങ്ങിന്റെ അന്ന് തന്നെ ഒരാളെ കാണാതെ പോവാന്ന് വെച്ചാ. അയ്യോ അമ്മേ, 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 അമ്മ വിഷമിക്കണ്ട. ആ അമൃതയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടത്തുമല്ലോ. ആ അത് കൊള്ളാം. ഈ കല്യാണം എന്ന് പറയുന്നതേ തോന്നുന്ന പോലെ നടത്താൻ പറ്റുമോ? പിന്നെ ശ്യാമയ്ക്ക് കല്യാണം വിധിച്ചിട്ടില്ല. ചേടാ, അങ്ങാടി തോറ്റേന് അമ്മയോട് കാണിക്കുന്ന എന്തിനാ? അവളുടെ അഹങ്കാരം കാരണം അവക്ക് ഓരോ തിരിച്ചടി കിട്ടുന്നതാ. അപ്പൊ അവളെ വേണം തല്ലിയും കൊല്ലും ഒക്കെ ചെയ്യാൻ. ഇനി നിന്റെ ശബ്ദം പൊങ്ങിയ നിന്നെ ഞാൻ തല്ലും. അരവിന്ദ വേണ്ട, ഒന്നാമത് തളർന്നിരിക്കുക. അതിന്റെ കൂടെ ഓരോ തർക്കങ്ങളും വേണ്ട. ഓ, ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങള്. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. ആ അമൃതമോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. മോളെ, ചാർമിളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ ഈശ്വര, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണോ പറയുന്നത്? അല്ല മോളെ, സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അയ്യോ എന്റെ ഈശ്വര, എന്താ ചെയ്യാ? ചാർമിളയാണോ മമ്മി? അല്ല, ഐശ്വര്യ. ഓ, നമ്മളെ കാണാഞ്ഞിട്ട് വിളിക്കുകയായിരിക്കും. മമ്മി എന്തായാലും ഫോൺ എടുക്ക്. ആ ഐശ്വര്യ, ഞങ്ങൾ ഉടനെ എത്തും. വിസ്മയ റെഡിയാവുക. 1/2 മണിക്കൂറിനകത്ത്. എത്തണ്ടാന്ന് പറയാൻ വേണ്ടിട്ടാ വിളിച്ചേ. മമ്മി മമ്മി എന്താ ലൗഡ് സ്പീക്കറിലിട? എന്താ മോളെ, ഞങ്ങള് ലേറ്റ് ആയതുകൊണ്ടാണോ? അല്ല അരുന്ധതി, ചടങ്ങ് മാറ്റിവെച്ചു. അമൃതേർത്തിയെ കാണാനില്ല. അമൃതയെ കാണാനില്ല എന്നോ? അതെ അരുന്ധതി, ഇവിടെ എല്ലാരും അമൃതേർത്തി അന്വേഷിച്ചു പോയിരിക്കുക. ചടങ്ങ് മാറ്റിവെച്ചു. ഓക്കെ മോളെ. എന്റെ ഈശ്വര, ഞാൻ ആകെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാർമിളയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഓ, രക്ഷപ്പെട്ടു. അമൃതയെ കാണാനില്ലാത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ചാർമിള എന്താ കിട്ടാത്തത്?